പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്കൊപ്പം മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് റിപ്പോർട്ടർ മഹസർ പുറത്തുവിട്ടതിലൂടെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ചില സംശയങ്ങളുണ്ട്. അത് ഒരുപക്ഷെ അവിടെ കൂടുതൽ കാലം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കും. അജയ് തറയിൽ, ഗുഡ് മോർണിംഗ് അജയ് തറയിൽ, നമസ്കാരം. അജയ് തറയിൽ രണ്ട് ചോദ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു പോയെടുത്ത് തുടങ്ങാം. ഈ വിജയമല്യ 1999 ഈ ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശിയിരുന്നു എന്നത് വ്യക്തമല്ലേ? 2019 മഹസറിൽ അത് ചെമ്പുപാളികളായി മാറിയത് എങ്ങനെയായിരിക്കും അജയ് തറയിൽ? അതിനൊരു ചൊല്ലുണ്ടല്ലോ, ചെമ്പ് തെളിയുന്നു എന്ന് പറയുന്നത്. ചെമ്പ് തെളിഞ്ഞു എന്ന് പറയുന്നത് കള്ളം പുറത്തു ചാടി എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണ്, ഈ കള്ളം മുഴുവൻ പുറത്തു ചാടിയിരിക്കുകയാണ്. 98 പ്രവൃത്തി ആരംഭിച്ച് 99 ഏതാണ്ട് സെപ്റ്റംബർ 4 ശ്രീ വിജയമല്ലയ്യ അത് സമർപ്പിക്കുന്നത്, കുംഭാഭിഷേകം നടത്തുന്നത്. അദ്ദേഹം അന്നേരം ആ താഴേക്കുടം, ശ്രീകോവിലിന്റെ മുകളിലെ മുഴുവൻ വിരി, അതുപോലെ 2 കട്ടളപ്പടികൾ, അതുപോലെ വാതിലുകൾ, അതിന്റെ 2 സൈഡിലുമുള്ള ദ്വാരപാലകർ, അതെല്ലാം അദ്ദേഹം ഈ ദ്വാരപാലക ശില്പം എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ടുള്ള ശില്പമാണ്. ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ചെറുപ്പത്തിലെ പണ്ട് പോകുമ്പോഴാണ് കണ്ടിട്ടുള്ളത്. ആ കരിങ്കല്ല് കൊണ്ടുള്ള ശില്പത്തിന് മുകളിലായി ചെമ്പ് കൊണ്ടൊരു ക്ലാഡിംഗ് ഉണ്ടാക്കി. ആ ചെമ്പ് ക്ലാഡിങ്ങിലാണ് സ്വർണം പൊതിയുന്നത്. അന്ന് അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട ആള് പറഞ്ഞിട്ടുള്ളത്, അന്ന് 1.5 കിലോ സ്വർണം ഒരു ക്ലാഡിങ്ങിൽ ഉണ്ടാക്കി. അങ്ങനെ 3 കിലോ സ്വർണം വെച്ചുകൊണ്ട് 6-7 ലെയർ. ഈ ലെയർ എന്ന് പറയുന്നത് ഇത് ഓയിൽ പേപ്പറിന്റെ കനത്തിൽ ഈ തങ്കമാണ്, തനി തങ്കം അടിച്ചെടുത്ത് അത് മെർക്കുറി ഉപയോഗിച്ച് ആ ക്ലാഡിങ്ങിൽ പൊതിയുക. ഒന്ന് പൊതിയുന്നു, പിന്നെ പോളിഷ് ചെയ്യുന്നു, പിന്നെയും പൊതിയുന്നു, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതാണ് പ്രാചീനമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിന്റെ പെർമിസസിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലെന്ന നിയമം. അത് ചെയ്യുമ്പോൾ ഒരു കാലിബ്രേറ്റ് ചെയ്ത വേയിങ് മെഷീൻ തൂക്കി, അത് ചെയ്ത ശേഷവും തൂക്കി, അത് മകസരതി, അങ്ങനെയൊക്കെ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ദേവസ്വം മറ്റേ തിരുവാഭരണ കമ്മീഷൻ ഉണ്ടാകണം, ദേവസ്വം ഓഫീസർ ഉണ്ടാകണം, അവിടുത്തെ ദേവസ്വം ഉണ്ടാകണം. ഈ 2 ശില്പങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും രേഖകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുണ്ടോ? രേഖകളുണ്ട്. അവിടെ ദേവസ്വം ബോർഡിന്റെ മഹസറിലുണ്ട്. ദേവസ്വം ബോർഡിന്റെ മരാമത്ത് 99 രേഖപ്പെടുത്തിയിട്ടുള്ള മരാമത്ത് 99 സെപ്റ്റംബർ 4 നടന്ന പ്രക്രിയയിൽ ദേവസ്വം ബോർഡ് മരാമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ രേഖകളുണ്ട്. അപ്പൊ ആ ഒരു സാധനം സ്വർണം പൊതിഞ്ഞതാണ്. പൊതിഞ്ഞ് ഇത്രയും സ്വർണം പൊതിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇത്ര ലെയർ എന്ന് ഉണ്ടാകും. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് സ്വർണം പൊതിയാൻ ഇത്ര ലെയർ വേണമെന്ന് കണക്കിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ ഉണ്ടാവാൻ ഞാൻ കണ്ടിട്ടില്ല. രേഖകൾ ഉണ്ടാകണമെന്നാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. എന്തുമായിക്കോട്ടെ, 2015 ഞങ്ങൾ ചെല്ലുമ്പോൾ അത് നല്ല ശോഭയോടുകൂടി നിൽക്കുന്ന ഒരു രൂപമായിരുന്നു. 2017 നവംബറിൽ ഞങ്ങൾ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പായി അവിടെ കൊടിമരത്തിന്റെ സ്വർണം പൂശിയപ്പോൾ അതിന് അഡ്വക്കേറ്റ് കമ്മീഷനായിരുന്ന ASP കുറുപ്പായിരുന്നു അതിന്റെ പൂർണ്ണമായ ചുമതല. അദ്ദേഹം അവിടെ എല്ലാ സ്ഥലത്തും നോക്കി. അദ്ദേഹം സ്വർണം പൂശാൻ ഇനി എന്തെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് പൂശാനായി നമ്മുടെ ഫിനിക്സ് കമ്പനി തയ്യാറായിരുന്നു. അപ്പോൾ ഈ 2 ദ്വാരപാലകരും നല്ല ശോഭയിലിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. 2017 നവംബർ മുതൽ ഏതാണ്ട് 2019 ജൂലൈ ആയപ്പോഴേക്കും ഈ സ്വർണം എങ്ങനെ ചെമ്പായി എന്ന് റിക്കാർഡിക്കൽ ചെമ്പായിരിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ചെമ്പ് പാളി എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റ് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അത് വളരെ വലിയൊരു കോൺസ്പിറസിയാണ്. സ്വർണം ചെമ്പാക്കി മാറ്റി കൊടുത്തു വിട്ടു എന്ന് പറയുന്നത്. ഈ സ്വർണം മെർക്കുറി അല്ല, മറ്റേ നമ്മുടെ പൊട്ടാസ്യം സൈൻ ലായനിയിൽ ഈ സാധനം ലയിപ്പിച്ചെടുത്ത ശേഷം വേറെ സ്വർണമാണ് അതിൽ ഇലക്ട്രോപ്ലേറ്റാ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അത് 2019 സെപ്റ്റംബർ ഓണ ദിവസം കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ 6 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും അത് കൊണ്ടുപോവുകയാണ് ക്ലാഡിങ്. അപ്പൊ ഇവിടെ വളർന്നിരിക്കുന്ന ഈ ഭരണം തുടർഭരണം ഉണ്ടാകുന്നു. തുടർന്നും ഈ ഭരണസമിതി തന്നെ ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ എന്തും ചെയ്യാം. മാത്രമല്ല കോവിഡ് കാലം,
ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങൾ നടക്കുന്നു. ആ നല്ലൊരു അവസരം നോക്കി ഇത് തന്നെയാണ് എന്താണ് പെര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് വലിയ ഇത് അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റിയത് മാത്രമല്ല, അവിടുത്തെ സ്പോൺസർമാരെ തേടി ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എന്താണ് ഇയം പൂശാനുണ്ടോ ചോദിച്ചടക്കുന്ന പോലെ ദ്വാരപാലകർക്ക് സ്വർണം പൂശാനുണ്ടോ എന്ന് ചോദിച്ച് നടന്ന് കോടി രൂപയാണ് ഈ 2019 ഇത് ചെമ്പുപാളിയായി രേഖകളിൽ മാറി. നമ്മളിപ്പോൾ പുറത്തുവിട്ട മഹസറിലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഞങ്ങൾ ഈ പണിക്കരോടൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് പണിക്കരൊക്കെ പറയുന്നത് ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ച സ്വർണം അത്ര വേഗത്തിൽ ഇളക്കി മാറ്റാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ ഇളക്കി മാറ്റിയതിനു ശേഷം ചെമ്പുപാളികളായി അത് കമ്പനിയിൽ കൊണ്ടുപോവുക വളരെ ശ്രമകരമായ ജോലിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ സ്വർണം അടിച്ചു മാറ്റിയെന്നാണോ, ആ ചെമ്പുപാളി അതേപടി തന്നെ മാറ്റി പുതിയത് വെച്ചു എന്നാണ്? ഞാൻ മനസ്സിലാക്കിയത് ആ ചെമ്പ് ക്ലാഡിങ്ങോട് കൂടിയുള്ള പീഠവും ആ ദ്വാരപാലകരെയും മാറ്റി വേറെ ഒരെണ്ണം കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 2 പീഠം വന്നത്. 2 പീഠം എങ്ങനെയുണ്ടായത്? 2 പീഠത്തിന് മുകളിലുള്ള ദ്വാരപാലകരെയും കാണണമല്ലോ. അതൊന്ന്. രണ്ടാമത് ഇതിൽ നിന്നും ഈസിയാ സ്വർണം മാറ്റാൻ കഴിയും. ഈ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി. സ്വർണം പൊതിച്ചിരിക്കുന്ന സ്വർണം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഈ പൊട്ടാഷ് സൈനൈഡ് ലൈനിയുണ്ട്, അല്ലെങ്കിൽ മറ്റേ സിട്രിക് ആസിഡ് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഈസി ആയിട്ട് അതിൽ നിന്ന് ഉരുക്കിയെടുക്കാൻ കഴിയും. ആ ചെമ്പ് അതുപോലെ തന്നെ നിൽക്കും. എന്തുമായിക്കൊള്ളട്ടെ, ആ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുവന്നത് മാത്രമല്ല, അത് വിൽപ്പന ചരക്കാക്കി കൊണ്ടുവന്ന് നടന്നു. ധാരാളം ഭക്തന്മാരുടെ ചൂഷണം ചെയ്തു, വഞ്ചന കാണിച്ചു. ഈ വഞ്ചനക്കൊക്കെ കൂട്ടുന്നത് 2 ദേവസ്വം ബോർഡുകളാണ്. 2017-19 ഭരിച്ച ദേവസ്വം ബോർഡ്, ഇപ്പോൾ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ കേസ് അന്വേഷിക്കുന്ന ആരാ? ദേവസ്വം വിജിലൻസാ. ഈ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് റിട്ടയേർഡ് SP ആണ്. അവർക്ക് കേസ് എടുക്കാനുള്ള യാതൊരു അധികാരവുമില്ല. അവർക്ക് കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് ദേവസ്വം സെക്രട്ടറിക്ക് കൊടുക്കാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് കേരള ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കേണ്ടത് മാത്രമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് കുറ്റക്കാരുടെ പേരിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് ഈ കേസ് എടുത്താൽ മാത്രമാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല. നമ്മൾ പല ഇടങ്ങളിൽ പരിധിയെങ്കിലും ഈ വിജയമല്യ സ്വർണം പൂശി എന്നുള്ളതിന്റെ, എത്ര സ്വർണം പൂശി എന്നുള്ളതിന്റെ ഒരു റെക്കോർഡും നമ്മളുടെ കയ്യിൽ പെട്ടിട്ടില്ല ഇതുവരെ. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. 1.5 കിലോ എന്ന് അങ്ങ് പറയുമ്പോൾ അത് ഏത് രേഖയെ ആധാരമാക്കിയാണ്? ഇപ്പം NJR ജുവലറിയിലെ ജീവനക്കാരൻ പറയുന്നത് 800 ഗ്രാമാണ് രണ്ടിടത്തും, 400 ഗ്രാം വീതം 400 ഗ്രാം വീതമാണ് 2 ശില്പങ്ങളിലും പൂശിയത് എന്നാണ്. വേറൊരാൾ പറയുന്നത്, സെന്തിൽനാഥ് പറയുന്നത് 2.5 കിലോ വീതം പൂശിയെന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് സ്വർണം പൂശിയതല്ല, സ്വർണത്തിന്റെ നിറമുള്ള പെയിന്റ് അടിച്ച ചെമ്പുപാളികളാണ് തനിക്ക് കിട്ടിയത്, ആ പെയിന്റ് ഇളക്കി കളഞ്ഞാണ് താൻ കൊടുത്തത് എന്നാണ്. ഇതിൽ ഏതാണ് സത്യം? അല്ല, കള്ളന്മാർ പറയുന്നതാണോ സത്യം? യഥാർത്ഥത്തിൽ നടന്നാണോ സത്യത്തിൽ അന്വേഷിക്കണം. 30.5 കിലോ 24 കാരറ്റ് സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുവന്ന 24 കാരറ്റ് തങ്കമാണ് വിജയമല്യ ഉപയോഗിച്ചതെന്നാണ് അവർ പറയുന്നത്. ആ 30.5 കിലോ സ്വർണമാണ് അവിടെ ഉപയോഗിച്ചത്. അതിനകത്ത് ശ്രീ സെന്തിൽ രാജ് എന്ന് പറയുന്ന ആള് പറഞ്ഞത് കുറെ സത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് സ്വർണം പൂശിയതല്ല. അരുൺകും മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലായി, അത് പാകിയതാണ്. പക്ഷെ അതിന്റെ കണക്ക് നമ്മുടെ കയ്യിലില്ല. അതാണ് നമ്മളെ കുഴക്കുന്ന ഒരു കാര്യം. കണക്ക് മരാമത്തിലുണ്ട്, കൃത്യമായ കണക്കുണ്ട്. അന്ന് നടന്ന ഓരോ ദിവസവും തൂക്കത്തിന്റെ അളവുകളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും എത്ര ഗ്രാം സ്വർണം കയറി എന്നതിന്റെ അളവുണ്ട്. അതെല്ലാം അവിടെ ഉള്ളതാണ്. അത് പരിധിയാൽ കിട്ടുന്നൊരു കാര്യമാണ്, അത് സത്യമായ കാര്യമാണ്. പക്ഷെ സ്വർണ്ണ പെയിന്റ് അടിച്ചു എന്നൊക്കെ പറയുന്നത്, ശ്രീ പത്മകുമാർ ചെമ്പാണെന്ന് പറഞ്ഞതും ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പെയിന്റ് അടിച്ചു എന്ന് പറയുന്നതും അയ്യപ്പനെ കൊച്ചായി കാണിക്കാൻ വേണ്ടിയാണ്. അയ്യപ്പന്റെ ശക്തി കളയാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതു മുന്നണിയുടെ ശ്രമത്തിന്റെ ഭാഗമാണ് നടക്കുന്ന ഒത്തുകളിയാണല്ലേ ഇതെല്ലാം. അല്ലെങ്കിൽ ആർക്ക് പറയാൻ കഴിയും ചൈതന്യമില്ല എന്ന്, ചൈതന്യം പോയി എന്ന് പറയുന്നത്? ശരി, താങ്ക് യു. അജയ് തറയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് പ്രതികരിച്ചത്.